ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തി. ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് ബാഹുൽ രമേശ് തിരക്കഥ സംഭാഷണം നിർവഹിച്ച കിഷ്കിന്ധ കാണ്ഡം എന്ന മൂവി ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് 7 ദിവസം കൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് റിക്കവർ ചെയ്തിരിക്കുകയാണ്. 5,50,00,000 ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആ 5,50,00,000 എന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് ചിത്രം ഇപ്പോൾ 7 ദിവസം കൊണ്ട് തന്നെ റിക്കവർ ചെയ്തിരിക്കുകയാണ്. ഇനി വരുന്നത് മൊത്തം ലാഭം, ഇനി വരുന്നത് മൊത്തം ബോണസ് എന്ന രീതിയിലാണ് കിഷ്കിന്ധ കാണ്ഡത്തിൻ്റെ റൺ. പല വിദേശ രാജ്യങ്ങളിലും ചിത്രം ഇപ്പോൾ റിലീസായിട്ടുണ്ട്. എന്തായാലും ഇനി വരുന്നത് മൊത്തം നിർമ്മാതാക്കൾക്ക് ബോണസാണ്. ഗംഭീര കളക്ഷനുമായിട്ടാണ് കിഷ്കിന്ധ കാണ്ഡത്തിൻ്റെ സെക്കൻഡ് വീക്ക് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ARMനെ പോലും കടത്തിവെട്ടുന്ന രീതിയിലുള്ള ഗംഭീര കളക്ഷനിലേക്കാണ് കിഷ്കിന്ധ കാണ്ഡം പോയിക്കൊണ്ടിരിക്കുന്നത്. ആസിഫ് അലിയുടെ ഒരു ഹ്യൂജ് ഹിറ്റിലേക്ക് കിഷ്കിന്ധ കാണ്ഡം മാറിയിരിക്കുകയാണ്. എന്തായാലും ആദ്യ വീക്കിൽ തന്നെ ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റായ 5,50,00,000 രൂപ ചിത്രം മറികടന്നിരിക്കുകയാണ്. അത് ചിത്രം നേടിയിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ഓവറോൾ കളക്ഷൻ റിപ്പോർട്ട് 7 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഡേ 1 47 ലക്ഷം രൂപയാണെങ്കിൽ ഡേ 2 പിന്നെയും കൂടി 65 ലക്ഷമായി, ഡേ 3 പിന്നെയും കൂടി 1,40,00,000, ഡേ 4 1,85,00,000, ഡേ 5 2,57,00,000, ഡേ 6 2,79,00,000, ഡേ 7 2,55,00,000. അങ്ങനെ 7 ദിവസം കൊണ്ട് 12,28,00,000 രൂപയാണ് ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ കേരള കളക്ഷൻ കൊണ്ട് മാത്രം തന്നെ ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇപ്പോൾ ചിത്രം റിക്കവർ ചെയ്തിരിക്കുകയാണ്. എന്തായാലും നിർമ്മാതാവിന് ഗംഭീര ഒരു ട്രീറ്റ് തന്നെയാണ് സംവിധായകനും ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്തും കൂടാതെ അഭിനേതാക്കളും കൂടി കൊടുത്തിരിക്കുന്നത്. ഈ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും ഒക്കെ കൂട്ടുമ്പോൾ നിർമ്മാതാവിന് ഇനി കിട്ടുന്നതും ഇതുവരെ കിട്ടിയതും ഒക്കെ ബോണസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ആസിഫ് അലിയുടെ സിനിമാ കരിയറിലെ ഏറ്റവും വലിയ സോളോ ഹിറ്റിലേക്കാണ് കിഷ്കിന്ധ കാണ്ഡം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.